കാനഡയെ കൂടെ കൂട്ടണമെന്ന വാശിയിൽ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ. കാനഡയെ കൂടി ചേർത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂപ്രദേശമാക്കി അമേരിക്കയെ മാറ്റാനുള്ള പദ്ധതിയിലാണ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ രണ്ടാം വരവിൽ കാനഡയെ പോക്കറ്റിലാക്കാനുള്ള ശ്രമം ഫലം കാണുമോ? ട്രംപിന്റെ വാശിക്ക് മുന്നിൽ കാനഡ കീഴടങ്ങേണ്ടി വരുമോ? നമുക്ക് പരിശോധിച്ചു നോക്കാം. കാനഡയെ അമേരിക്കയുടെ ഭാഗമായി ഉൾപ്പെടുത്തി ഒരു പുതിയ ഭൂപടം പങ്കുവെച്ച് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ പ്രവർത്തനങ്ങൾക്ക് കാനഡയുടെ സാമ്പത്തിക ശക്തി ഉപയോഗിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ കാനഡയെ കൂടി ഉൾപ്പെടുത്തി പുതിയ അമേരിക്കൻ ഭൂപടം തയ്യാറാക്കിയിരിക്കുന്നത്. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് കാനഡയെ കൂടി കൂട്ടിച്ചേർത്ത് അമേരിക്കയുടെ ഭൂപടം പങ്കുവച്ചിരിക്കുന്നത്. ഓ കാനഡ എന്ന പരിഹാസപൂർവ്വം ആ ഭൂപടത്തിന് താഴെ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെ കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കാമെന്ന വാഗ്ദാനവുമായി ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരുന്നു. അതിനുശേഷമാണ് കാനഡയുടെ സാമ്പത്തിക സ്രോതസ് അമേരിക്കയ്ക്ക് വേണ്ടി ചെലവഴിക്കുമെന്ന ഭീഷണിയുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് രംഗത്തെത്തിയത്. ഈ ഭീഷണിക്ക് പിന്നാലെയാണ് കാനഡയെ കൂട്ടിച്ചേർത്ത് അമേരിക്കയുടെ ഭൂപടം തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളതും. കാനഡയെ അമേരിക്കയോടൊപ്പം കൂട്ടിച്ചേർക്കുമെന്ന ധ്വനി തന്റെ തെരഞ്ഞെടുപ്പ് വിജയം സാക്ഷ്യപ്പെടുത്തി മണിക്കൂറുകൾക്ക് ശേഷം ഫ്ലോറിഡ മാർ എലെഗോ ഹോമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാനഡയും അമേരിക്കയും ഒന്നായാൽ അത് വലിയ ശക്തി തന്നെയാണെന്നായിരുന്നു അദ്ദേഹം അന്ന് ചൂണ്ടിക്കാണിച്ചത്. കാനഡയുടെ സൈനിക ചെലവുകളെക്കുറിച്ചും ട്രംപ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വളരെ ചെറിയ സൈന്യമാണുള്ളതെന്നും ദേശീയ സുരക്ഷയ്ക്കായി ചിലപ്പോഴെങ്കിലും അവർ തങ്ങളുടെ സൈന്യത്തെ ആശ്രയിക്കുന്നുവെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. ഇതിനായി അവർ അമേരിക്കയ്ക്ക് പണം നൽകുകയാണ് ചെയ്യുന്നത്. കാനഡയെ കരകയറ്റാൻ സൈനിക ശക്തി ഉപയോഗിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇല്ല, പക്ഷേ സാമ്പത്തിക ശക്തി ഉപയോഗിച്ചേക്കാമെന്നായിരുന്നു ട്രംപ് അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കാനഡയെ അമേരിക്കയെ ലയിപ്പിക്കാൻ സാമ്പത്തിക ശക്തി ഉപയോഗിക്കുമെന്ന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കെതിരെ ജസ്റ്റിൻ ട്രൂഡോ രംഗത്ത് വന്നിട്ടുണ്ട്. കാനഡ അമേരിക്കയുടെ ഭാഗമാകാൻ നരകത്തിൽ പോലും സാധ്യതയില്ലെന്നാണ് എക്സിൽ അദ്ദേഹം കുറിച്ചത്. നമ്മുടെ രണ്ട് രാജ്യങ്ങളിലെയും തൊഴിലാളികൾക്കും കമ്മ്യൂണിറ്റികൾക്കും ഏറ്റവും വലിയ പ്രയോജനം ലഭിക്കുന്നത് വ്യാപാര സുരക്ഷാ പങ്കാളിയാക്കുന്നതിൽ നിന്ന് മാത്രമാണെന്നും ട്രൂഡോ ചൂണ്ടിക്കാട്ടി. ട്രംപിന്റെ ഭീഷണി ഇവിടെ വില പോവില്ലെന്നും തങ്ങളുടെ ആശയത്തിൽ നിന്ന് രാജ്യം ഒരിക്കലും പിന്നോട്ട് പോകില്ലെന്നും കനേഡിയൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കാനഡയെക്കുറിച്ചുള്ള പൂർണ്ണമായ ധാരണയില്ലായ്മയാണ് ട്രംപ് തന്റെ പരാമർശങ്ങളിലൂടെ കാണിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി മെലാനി ജോളി ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. കാനഡയുടെ സമ്പദ് വ്യവസ്ഥ ശക്തമാണ്, ആളുകൾ ശക്തരാണ്, ഭീഷണികൾക്ക് മുന്നിൽ തങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നും മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവർ പറഞ്ഞു. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ലിബറൽ പാർട്ടി നേതാവ് സ്ഥാനവും പ്രധാനമന്ത്രി സ്ഥാനവും രാജിവെച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് കാനഡയും അമേരിക്കയും തമ്മിൽ ലയിപ്പിക്കാൻ കാനഡയുടെ സാമ്പത്തിക ശക്തി ഉപയോഗിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് പറയുന്നത്. ഇതിന് പിന്നാലെയായിരുന്നു കാനഡയുടെ പ്രതികരണവും എത്തുന്നത്. ട്രംപ് അധികാരമുറപ്പിച്ചതോടെ തന്നെ കാനഡയെ യുഎസിന്റെ ഭാഗമാക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്വതന്ത്ര രാജ്യത്തെയാണ് അമേരിക്കയിലേക്ക് കൂട്ടിച്ചേർക്കുന്നു എന്ന് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും ആഗോള രാഷ്ട്രീയത്തെ തന്നെ ബാധിക്കുക? അത് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. ഇതിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടതും. കാനഡയെ യുഎസുമായി ചേർക്കുന്ന ട്രംപിന്റെ നീക്കം ആഗോളതലത്തിൽ വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കുറച്ച് ദിവസം മുൻപ് തന്നെ ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഊഹാപോഹങ്ങളായിരുന്നു ആദ്യം വന്നതെങ്കിൽ പിന്നീട് ഈ വിഷയത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുകയായിരുന്നു. ട്രംപ് തന്നെയാണ് അത് സ്ഥിരീകരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ഇത്തരത്തിലുള്ളൊരു പടം ട്രംപ് പോസ്റ്റ് ചെയ്തതോടെ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി. കാനഡയെ പ്രതിനിധീകരിക്കുന്ന ഭൂമിയും ഒപ്പം കാനഡയുടെ ദേശീയ പതാകയും ഉൾക്കൊള്ളുന്നതായിരുന്നു ആ ചിത്രം. മാത്രവുമല്ല, ചിത്രത്തിനൊപ്പം തന്നെ ഓ കാനഡ എന്ന എഴുത്തും ചേർത്തിട്ടുണ്ട്. ഇത് കാനഡയുടെ ഔദ്യോഗിക ദേശീയ ഗാനത്തിന്റെ തുടക്കമാണെന്നാണ് വിലയിരുത്തൽ. അതായത് അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റായി കാനഡയെ കൂടി ഉൾക്കൊള്ളാനുള്ള ട്രംപിന്റെ തീരുമാനത്തെ സാധൂകരിക്കുന്ന ചിത്രമാണ് ഇങ്ങനെ പുറത്തു വന്നിട്ടുള്ളത്. കുറച്ചു മുൻപ് തന്നെ കാനഡയെ അമേരിക്കയുമായി ലയിപ്പിക്കുകയാണെങ്കിൽ നിലവിലെ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ ഗവർണർ ട്രൂഡോ എന്ന പോസ്റ്റിലേക്ക് ആക്കാമെന്ന് അന്ന് ട്രംപ് പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കേവലം ആ തമാശയിൽ നിന്ന് ട്രംപ് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മളോട് പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്ക കണ്ട ഒരു സ്വപ്നമാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 100 വർഷങ്ങൾക്കിപ്പുറം അമേരിക്ക ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ആ
സ്വപ്നം തന്നെയാണ്. അമേരിക്ക കാനഡയെ തന്റെ ഭൂപ്രകൃതിയോട് ചേർത്ത് നിർത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഭൂപടം നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യം ഇരു രാജ്യങ്ങളും വളരെ അടുത്ത രാജ്യങ്ങളാണ് എന്ന് തന്നെയാണ്. മാത്രവുമല്ല സംസ്കാരവും ഏകദേശം ഒന്നു തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള കൂടിക്കലർച്ച വലിയ പ്രതിസന്ധിയിലേക്കൊന്നും എത്താൻ സാധ്യതയില്ല. പക്ഷെ ആഗോള തലത്തിൽ, അതായത് ആഗോള രാഷ്ട്രീയ തലത്തിൽ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം അമേരിക്ക ഇത്തരത്തിൽ ചെയ്യാൻ തുടങ്ങിയാൽ എവിടെയാണ് കാര്യങ്ങൾ എത്തിപ്പെടുക എന്നൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരുമല്ലോ. റഷ്യ ക്രിമിയെ പിടിച്ചടക്കിയത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു കാര്യമാണല്ലോ. അതുപോലെ തന്നെയാണ് അമേരിക്ക കാനഡയിലേക്കുള്ള ഒരു അധിനിവേശം നടത്തുകയും ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, 100 വർഷം മുൻപ് അമേരിക്കയ്ക്കുണ്ടായിരുന്ന ഒരു പദ്ധതി ഇപ്പോൾ ട്രംപ് പൊടി തട്ടി എടുത്തിരിക്കുകയാണെന്ന്. എന്തായിരുന്നു ആ പദ്ധതി എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതൊന്നും ഒരിക്കലും നമ്മൾ ചർച്ച ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നിടത്തുനിന്നാണ് ലോകരാഷ്ട്രീയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലും പറയേണ്ടി വരുന്നത്. 1918-19 കാലഘട്ടമാണ്. ഒന്നാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ട നാളുകളാണ് കടന്നുപോകുന്നത്. ലോകത്തിലെ മിക്ക ദേശങ്ങളും ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു സമയത്ത് അമേരിക്ക ഇത്രത്തോളം ശക്തമായിരുന്ന രാജ്യമായിരുന്നില്ല. എങ്കിലും അതിന്റെ വളർച്ചയുടെ ഘട്ടമായിരുന്നു ഈ കാലഘട്ടമൊക്കെ തന്നെ. ചിന്തിക്കാൻ കഴിവുള്ള അമേരിക്ക അപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കി. എപ്പോൾ വേണമെങ്കിലും തങ്ങൾക്കെതിരെ രാജ്യങ്ങൾ സംഘടിക്കാമെന്നും ആക്രമണം അഴിച്ചുവിടാനുള്ള സാധ്യതയുണ്ടെന്നുമായിരുന്നു അത്. ഇതിനെ പ്രതിരോധിക്കുക എന്ന മാർഗമായിരുന്നു US മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ചിലപ്പോൾ ലോകത്തിലെ അന്നത്തെ വലിയ ശക്തിയായ UK പോലും അമേരിക്കയെ ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കിയേക്കും എന്ന ഭയം അമേരിക്കയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. അവിടെയാണ് 19 to 1930 എന്ന വാർ പ്ലാൻ തയ്യാറാക്കുന്നത്. UK നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ UK കീഴിൽ അല്ലെങ്കിൽ UK പിന്തുണയ്ക്കുന്ന നിരവധി രാജ്യങ്ങൾ അന്ന് ലോകത്തുണ്ട്. ഇങ്ങനെ ഒരു യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ ഈ രാജ്യങ്ങളെ ഒക്കെ തന്നെ നേരിടേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയാണ് അമേരിക്ക ഇത്തരം ഒരു പദ്ധതിയിലേക്ക് കടക്കുന്നത്. കാനഡ, ഓസ്ട്രേലിയ, ഇന്ത്യ എന്നീ രാജ്യങ്ങളൊക്കെ ആ സമയത്ത് നിൽക്കുന്നത് UK കൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാനഡ, ഓസ്ട്രേലിയ, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളെ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇത്തരം ഒരു പദ്ധതി തയ്യാറാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് US അതിർത്തി പങ്കിടുന്ന രാജ്യമായ കാനഡയെ ഏതെങ്കിലും വിധത്തിൽ അമേരിക്കയുമായി കൂട്ടിച്ചേർത്ത് UK എതിരാക്കി നിർത്തണമെന്ന് അമേരിക്ക പദ്ധതി തയ്യാറാക്കുന്നത്. കാനഡയിൽ നോക്കുകയാണെങ്കിൽ കാനഡ വലിയൊരു രാജ്യമാണ്, വലിയൊരു ഭൂപ്രദേശമാണ് കാനഡ. നോക്കൂ, ഒന്ന് ഗ്ലോബിലേക്ക് നോക്കി നമുക്കത് വ്യക്തമാവും. റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും ഭൂവിസ്തൃതിയുള്ള രാജ്യം കാനഡ തന്നെയാണ്. എന്നാൽ അമേരിക്കയുടെ സൈനിക ബലവുമായിട്ട് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ കാനഡ ഒരുപാട് പിന്നിലാണ്. മാത്രവുമല്ല കാനഡയിലെ നോർത്ത് ഭാഗത്ത് മനുഷ്യവാസം വളരെ കുറവാണ്. കാരണം അവിടെ മഞ്ഞ് കൂടുതൽ വീഴുന്ന പ്രദേശങ്ങളാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ മനുഷ്യർ വളരെ കുറവാണ്. മാത്രവുമല്ല സൗത്ത് കാനഡയിലാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം അമേരിക്കയോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ അധിനിവേശം വളരെ എളുപ്പമുള്ള ഒരു കാര്യവുമാണ്. കാനഡയ്ക്കെതിരെയുള്ള അധിനിവേശ ശ്രമങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും പദ്ധതികളും ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിവരം കാനഡ എങ്ങനെയോ മനസ്സിലാക്കുന്നുണ്ട്. അമേരിക്കയുടെ ഈ പദ്ധതിക്കെതിരെ ഒരു ബദലായിട്ട് 1921 ഏപ്രിൽ 12 ഡിഫൻസ് ടീം നമ്പർ 1 എന്ന ഒരു പദ്ധതിയുമായി കാനഡയും യുദ്ധത്തിന് തയ്യാറെടുത്തു. യുദ്ധം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് മനസ്സിലാക്കിയ കാനഡ പട്ടാളക്കാരോട് എല്ലാവരോടും തയ്യാറായി ഇരിക്കാനും ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കയുമായി ഒരു യുദ്ധത്തിന് സാഹചര്യമുണ്ടെന്നും അറിയിക്കുന്നുണ്ട്. അങ്ങനെ വാർ പ്ലാൻ റെഡ് എന്ന അമേരിക്കൻ പദ്ധതിയെ തറപറ്റിക്കാൻ ഡിഫൻസ് സ്കീം നമ്പർ 1 അണിയറയിൽ റെഡിയായി തുടങ്ങി. എന്നാൽ ഒന്നും സംഭവിച്ചില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം രണ്ടാം ലോക മഹായുദ്ധത്തിനും സാക്ഷിയായി. യുദ്ധം ഒന്നിനും പരിഹാരമുണ്ടാക്കില്ലെന്നും ജനതയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ മാത്രമാണ് സമ്മാനിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അമേരിക്കയും കാനഡയും അതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഈ കാരണത്താൽ തന്നെ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ മികച്ച സൗഹാർദ്ദം പുലർത്തുകയും യുദ്ധത്തിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നാറ്റോ എന്ന സംഘടനയിൽ സഖ്യകക്ഷികളായി ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. 100 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. വീണ്ടും ഇതാ ഒരു അമേരിക്കൻ പ്രസിഡന്റ് കാനഡയെ തന്നിലേക്ക് ലയിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് അണിയറയിൽ തയ്യാറെടുക്കുകയാണ്. ലോകം മറന്നുപോയ ആ വാർ പ്ലാൻ റെഡ് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ട്രംപിന്റെ നടപടികൾ. വൈറ്റ് ഹൗസിലേക്ക് വെറുതെയുള്ള ഒരു രണ്ടാം മടങ്ങിവരവ് ആയിരിക്കില്ല എന്ന് ഏകദേശം എല്ലാവർക്കും ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും പുതിയ ഭൂപടത്തോടെ വലിയ വിവാദങ്ങളാണ് ട്രംപ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി എന്താണ് നടക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.